ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പഠിപ്പിച്ച എല്ലാ ടോപ്പിക്സും നല്ല ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അതോടൊപ്പം തന്നെ നോട്ട്സ് എഴുതി പോവാം. ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും എ ഗ്രേഡ് വാങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 76 നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ given that 1234 into 56 എന്ന് പറയുന്നത് 69,104 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് പ്രോബ്ലംസ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഈ പറയുന്നതിൻ്റെ ആൻസേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്ന 1234 into 56 എന്ന് പറയുന്നത് എന്താണ്? 69,104 എന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നോക്കിക്കേ, 1.234 into 56 ആണ്. നമുക്കറിയാം 1234 into 56 എന്ന് പറയുന്നത് എന്താണ്? 69,104 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, അതായത് പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? യെസ്, 1 2 3. അപ്പം നമ്മൾ ഇവിടെ നിന്ന് 3 ഡിജിറ്റ്സ് മാറ്റി എന്തിട്ടാൽ മതി? കുത്തിട്ടാൽ മതി. 1 2 3. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത് നോക്കുവാണെങ്കിൽ 12.34 into 5.6. നമ്മളിപ്പോൾ ആസ് യൂഷ്വൽ 1234 into 56 നമ്മൾ ആൻസർ എഴുതി 69,104. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉണ്ട്, ടോട്ടൽ 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 3 ഡിജിറ്റ്സ് മാറ്റി എന്തിടുക? കുത്തിടുക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 123.4 into 0.56 ആണ്. അപ്പോൾ അതിൻ്റെയും ആൻസർ എന്താണ്? 69,104 എഴുതാം. എന്നിട്ട് ഇവിടെ നോക്കിക്കേ, പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇവിടെ 1, ഇവിടെയോ 2. അപ്പോൾ ടോട്ടൽ 3 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം കുത്തിടാനായിട്ട്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റും ഇതുപോലെ തന്നെ 69,104. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ്, അപ്പോൾ 3 ഡിജിറ്റ്സ് മാറ്റി കുത്തിടുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ 4 എണ്ണത്തിൻ്റെയും ആൻസർ എന്താണ്? 69.104 ആയല്ലേ? അപ്പോൾ ഈ 69.104നെ നമുക്ക് ഇത്രയും വേസിൽ എഴുതാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലൈക്ക് ദിസ്, ഹൗ മെനി പ്രൊഡക്ട്സ് ക്യാൻ യു ഫൈൻഡ് വിച്ച് ഗിവ്സ് 6.9104? ഈ ഒരു ആൻസർ കിട്ടുന്ന ഇതുപോലത്തെ എത്ര എക്സ്പ്രഷൻസ് എഴുതാൻ പറ്റുമെന്നാണ് പറയണ്ടേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എഴുതിയ പോരെ? നമുക്ക് എഴുതി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 6.9104 ആണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ 1234 into 56 എന്ന് പറയുന്നത് എന്താണ്? 69,104 ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ പറയണേ. ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് 12.34 into 0.56. അപ്പോൾ 69,104. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ്, ടോട്ടൽ 4 ഡിജിറ്റ്സ്. അപ്പോൾ 1 2 3 4. അപ്പോൾ ആൻസർ എന്താ? 6.9104. അതല്ലയോ നമുക്ക് കിട്ടേണ്ടേ? ഓക്കെ, വേറെ ഏത് രീതിയിൽ ഇനി എഴുതാൻ പറ്റും? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. വേറെ 1 2 3.4 കൊടുത്തു ഇൻറ്റു പോയിൻ്റ്. അപ്പോൾ പോയിൻ്റ് മാറി ഒരു ഡിജിറ്റ് ആയോളൂ. നമുക്ക് എത്ര ഡിജിറ്റ് വേണം? 4 ഡിജിറ്റ് വേണം. അപ്പോൾ
ഞാൻ 0.056 പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ 3 ഡിജിറ്റ്സായി, ഇവിടെ 1 ഡിജിറ്റായി, ടോട്ടൽ 4 ഡിജിറ്റ്സ്. അപ്പോൾ ആൻസർ എന്താ വരിക? 6.9104. ഇനി വേറെ ഏത് രീതിയിൽ എഴുതാൻ നോക്കാം. നമുക്ക് 1 2 3 4 ഇൻറ്റു 0.0056 പോയിൻ്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ്സ് ആയില്ലേ? അതിൻ്റെ ആൻസർ എന്താ? 6.9104. ഇനി നമുക്ക് വേറെ രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണ്? പോയിൻ്റ് മാറ്റി കൊടുക്കാം. നമുക്ക് 1.234 ഇൻറ്റു 5.6 അതിൻ്റെയും ആൻസർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ 3 ഡിജിറ്റ്സ്, ഇവിടെ 1 ഡിജിറ്റ്. സോ 6.9104. ഇനി നമുക്ക് വേണമെങ്കിൽ 0.1234 ഇൻറ്റു 56 എന്ന് എഴുതാം. അതിൻ്റെയും ആൻസർ എന്താണ്? 6.9104. മനസ്സിലായോ? അപ്പോൾ ഈ 6.9104 എന്നുള്ളത് എത്തണമെങ്കിൽ ആ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 4 ഡിജിറ്റ്സ് അല്ലേ? അപ്പോൾ പോയിൻ്റ് ടോട്ടൽ 4 ഡിജിറ്റ്സ് വരുന്ന രീതിയിൽ നമ്മൾ എഴുതിയാൽ മാത്രം മതി. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിക്കേ. ഇൻ ദ ഫോളോയിങ് പ്രൊഡക്ട്സ് how many of them gives the same product as 1.234 into 5.67? അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെ കാണിക്കുന്ന എത്ര എണ്ണം ഉണ്ട് ഇതിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ് ഉണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സാണ്. അപ്പോൾ ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞ് ടോട്ടൽ 3 + 2 5 ഡിജിറ്റ്സ് മാറിയിട്ടായിരിക്കും ആൻസർ വരിക. ഓക്കെ, അതായത് 5 ഡിജിറ്റ്സ് മാറിയിട്ടായിരിക്കും പോയിൻ്റ് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ്, ഇവിടെ 3 ഡിജിറ്റ്സ്. അപ്പോൾ ശരിയാണ്, പോയിൻ്റ് 5 ഡിജിറ്റ്സ് മാറിയിട്ടാണ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ ഇത് ആൻസർ ആവൂലേ? അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, 1.234 ഇൻറ്റു 567. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉള്ളൂ? 3 ഡിജിറ്റ്സ് ഉള്ളൂ. നമുക്ക് ടോട്ടൽ എത്ര ഡിജിറ്റ്സ് വേണം? 5 ഡിജിറ്റ്സ് വേണം അല്ലേ? അപ്പോൾ എന്താണ് ഇത്? ശരിയാവോ? ഇല്ല. ഇവിടെ നോക്കിക്കേ, 0.1234 ടോട്ടൽ 4 ഡിജിറ്റ്സ് ഇവിടെ ഉണ്ട്, ഇൻറ്റു 5.67 2 ഡിജിറ്റ്സ് ഉള്ളൂ. അപ്പോൾ 4 + 2 6 ഡിജിറ്റ്സ്. അപ്പോൾ ഇതും ആൻസർ ആവോ? ഇല്ല. നമ്മുടെ ഈ ഒരു ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സാണ് പാടുള്ളൂ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1.234 ഇൻറ്റു 56.7. അപ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉള്ളത്? 3 ഡിജിറ്റ്സ്. ഇവിടെയോ 1 ഡിജിറ്റ്. ടോട്ടൽ പോയിൻ്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ്സോ വന്നുള്ളൂ. അപ്പോൾ ഇതും ശരിയാവോ? ഇല്ല. ഇനി ഇത് നോക്കിക്കേ, 123.4 ഇൻറ്റു 0.0567. ഇവിടെ 4 ഡിജിറ്റ്സ് വരുന്നുണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ഉള്ളൂ. ടോട്ടൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്? 5 ഡിജിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഇതും ഇതും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇത് 1 മാർക്കിന് നമ്മുടെ ഓപ്ഷൻ നിങ്ങളുടെ ഇപ്പോൾ ആക്ടിവിറ്റി 1-ൽ ഡീത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് പോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. മനസ്സിലായോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ എക്സസൈസിൽ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാറ്റർഡേ സൺഡേ ഇരുന്നുകൊണ്ട് എന്താണ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിനിഷ് ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 3, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ആൻസർ ഫൈൻഡ് ചെയ്തിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മളിവിടെ 0.11 ഇൻറ്റു 0.11 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പോയിൻ്റ് അങ്ങോട്ട് മാറ്റി നിർത്തുക. ഓക്കെ, അപ്പോൾ എന്താ വരിക? 11 ഇൻറ്റു 11. ഓക്കെ, അല്ലെങ്കിൽ 011 ഇൻറ്റു 011. സെയിം മീനിങ് തന്നെയാണല്ലോ. 11 ഇൻറ്റു 11. അപ്പോൾ 11 ഇൻറ്റു 11 നമ്മൾ ചെയ്തു നോക്കുക. 11 ഇൻറ്റു 11 എന്ന് പറയുന്നത് 121 ആണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ 121 എന്ന് എഴുതുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ്. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം കുത്തിടാനായിട്ട്. അപ്പോൾ 1 2 3 ഒരെണ്ണം കൂടി വേണം. അപ്പോൾ നമ്മളൊരു 0 ഇട്ട് കൊടുത്തിട്ട് എന്തിട്ടു? പോയിൻ്റ് ഇട്ടു. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് 1.1 ഇൻറ്റു 1.1. അപ്പോൾ നമ്മളെന്താണ് 11 ഇൻറ്റു 11 ഫൈൻഡ് ചെയ്തു, അതായത് 121. ഇനി പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡിജിറ്റ്, പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ഡിജിറ്റ്, ടോട്ടൽ 2 ഡിജിറ്റ്സ് കഴിഞ്ഞ് എന്തിടുക? പോയിൻ്റ് ഇടുക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 1.011 ഇൻറ്റു 1.011. ഓക്കെ, അപ്പോൾ നമ്മൾ 101 ഇൻറ്റു 101 നമ്മൾ ഫൈൻഡ് ചെയ്യാം. അതായത് ആ പോയിൻ്റ് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. 101 ഇൻറ്റു 101, 1 ഇൻറ്റു 11, 1 ഇൻറ്റു 00, 1 ഇൻറ്റു 11, 0 0 0, 1 ഇൻറ്റു 11, 0, 1 ഇൻറ്റു 1 1. അപ്പം നമുക്ക് 1 0 2 0 1 കിട്ടും. ഓക്കെ, 1 0 2 0 1. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സ്. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ വരുന്നത് 1.0201 ആണ്. ഇനി നെക്സ്റ്റ് 0.101 ഇൻറ്റു 1.1. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ആ പോയിൻ്റ് കളഞ്ഞ് ഒന്നിച്ച് എഴുതുക, 101 അല്ലെങ്കിൽ 0101 ഇൻറ്റു 11. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 101 ഇൻറ്റു 11 ചെയ്ത് നോക്കുക. 1 ഇൻറ്റു 11, 1 ഇൻറ്റു 00, 1 ഇൻറ്റു 11, 1 ഇൻറ്റു 11, 1 ഇൻറ്റു 00, 1 ഇൻറ്റു 1 1. അപ്പോൾ 1 0 1 1. അപ്പോൾ നമുക്ക് 1 1 0 1 കിട്ടി. ഇനി ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം പോയിൻ്റ് ഇടാനായിട്ട്. അപ്പോൾ പോയിൻ്റ് 1101 ആണ് ആൻസർ. ഇനി ഇവിടെ നോക്കിക്കേ, 101 ഇൻറ്റു 10.1 ഇൻറ്റു 0.101 ആണ്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ 101 ഇൻറ്റു 101, ആ പോയിൻ്റ് കഴിഞ്ഞ് പോയിൻ്റ് ഇല്ലാണ്ട് നമ്മൾ ആ നമ്പറിനെ ആദ്യം ഒന്നിച്ച് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 10201 ആണ്. ഇനി പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉള്ളൂ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റ്സ് കഴിഞ്ഞ് എന്തിടുക? പോയിൻ്റ് ഇടുക. അപ്പോൾ 1.0201 ആണ് എന്താ വരുന്ന ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് കാണാനും എന്നിട്ട് പോയിൻ്റ് ഇടാനും നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ്? എന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് പോയിൻ്റ് വരുന്ന ഡിജിറ്റ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ നമ്മളോട് ഗ്രേറ്റസ്റ്റ് ഏതാ ലീസ്റ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 0.012 ആണ് എന്ത്? ലീസ്റ്റ് അല്ലേ? പിന്നെ വരുന്ന 0.1, 0.0നേക്കാളും വലുതാണ് 0.1. 0.0നേക്കാളും വലുതാണ് 1.0. 0.0നേക്കാളും വലുതാണ് 1 പോയിൻ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് എന്താണ്? 0.0121 ആണ്. ഇനി ഇവിടെ പിന്നെ വന്നേക്കുന്ന 1.21 ഉണ്ട്. പിന്നെ ഇവിടെ 1.0201. എന്തായാലും 1.0 ആണ് ഇവിടെ 1.2. അപ്പോൾ ഇതാണ് വലുത് വരുന്നത്. പിന്നെ അടുത്ത് നോക്കുമ്പോൾ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 0 വരുന്നത്. ഇവിടെ പക്ഷെ പോയിൻ്റ് കഴിഞ്ഞ് 2 അല്ലേ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാണ് എന്ത് വരിക? വലുത് വരിക. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത്രയും പഠിച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 4 എക്സസൈസ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തെ വീഡിയോസിൽ നമ്മൾ 4 എക്സസൈസ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ ചാപ്റ്റർ കവർ ചെയ്യും. അപ്പോൾ ഇതനുസരിച്ച് പഠിച്ചിട്ട് പോവാം. നിങ്ങളുടെ ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് പറയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.